GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ 13 അബുദാബി. നമസ്കാരം. GCC വാർത്തകൾ. സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകി. സംശയകരമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും വ്യക്തിവിവരങ്ങൾ ആരുമായും പങ്കുവെക്കരുത് എന്നും പോലീസ് ആവശ്യപ്പെട്ടു. പണം തടയുന്നതിനായി ഔദ്യോഗിക വെബ്സൈറ്റുകളെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വ്യാജ വെബ്സൈറ്റുകൾ തയ്യാറാക്കി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ചും തട്ടിപ്പ് ഫോൺ കോളുകളെക്കുറിച്ചും ഓർമ്മപ്പെടുത്തിയാണ് പോലീസ് പൊതുജനങ്ങൾക്ക് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയത്. ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ഫോണിൽ ചോദിച്ചറിഞ്ഞും വ്യാജ വെബ്സൈറ്റിൽ ഇരകളെ കൊണ്ട് രേഖപ്പെടുത്തിയുമൊക്കെയാണ് തട്ടിപ്പുകാർ പണം തട്ടുന്നത്. അതിനാൽ സംശയകരമായ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ അവർ ആവശ്യപ്പെടുന്ന നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതോ ATM കാർഡിൻ്റെ വിവരങ്ങളോ ഓൺലൈൻ ബാങ്കിംഗ് പാസ്വേഡുകളോ ATM കാർഡിൻ്റെ പിൻ നമ്പറോ CCV നമ്പറോ നൽകരുത് എന്നും ബാങ്ക് ജീവനക്കാർ ഒരിക്കലും ഇത്തരം വിവരങ്ങൾ ഉപയോക്താക്കളോട് ആവശ്യപ്പെടുകയില്ല എന്നും പോലീസ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തി. മഹാവീർ ജയന്തി കണക്കിലെടുത്ത് നാളെ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിക്ക് അവധിയായിരിക്കുമെന്ന് എംബസി വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ അടിയന്തര കോൺസുലാർ സേവനങ്ങൾ തടസ്സപ്പെടില്ല. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ എല്ലാ കോൺസുലാർ ആപ്ലിക്കേഷൻ സെന്ററുകളും മുൻ ഷെഡ്യൂൾ പ്രകാരം തുറന്നു പ്രവർത്തിക്കും. New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Musafa 13, Abu Dhabi. Call or WhatsApp 050-444-2423. കുവൈറ്റിൽ 2 മാസത്തിനിടെ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത് 16,000 പേർക്ക്. ഇതിൽ സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടും. രാജ്യത്തെ നീതിന്യായ അധികൃതരാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അതേസമയം ഇക്കാലയളവിൽ 8,033 പേർക്ക് ഏർപ്പെടുത്തിയിരുന്ന യാത്രാവിലക്ക് പിൻവലിക്കുകയും ചെയ്തു. ജനുവരിയിൽ 6,642 പേർക്കും ഫെബ്രുവരിയിൽ 9,006 പേർക്കുമാണ് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത്. ജനുവരിയിൽ 6,642 യാത്രാവിലക്കുകൾ പിൻവലിക്കുകയും ഫെബ്രുവരിയിൽ 3,811 യാത്രാവിലക്കുകൾ പിൻവലിക്കുകയും ചെയ്തതായാണ് കണക്കുകൾ. ചെക്ക് മടങ്ങുക, വാടക, ജലവൈദ്യുതി ബിൽ കുടിശ്ശിക, കുടുംബ പ്രശ്നം സംബന്ധിച്ച് നൽകിയ കേസുകൾ തുടങ്ങിയ കേസുകളാണ് യാത്രാവിലക്കിലേക്ക് നയിച്ചത്. ഇതോടെ GCC വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ 13 അബുദാബി.